ഓക്കെ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FSS റെഗുലേഷൻസ് ഓൺ ഫുഡ് അഡിറ്റീവ്സ്. അതായത് ഫുഡ് അഡിറ്റീവ്സിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന റെഗുലേഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Food additives play a crucial role in modern food processing by enhancing flavor, appearance, shelf life, and nutrition value. സോ നമുക്കറിയാം എന്തിനാണ് നമ്മൾ ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. ഫുഡിനകത്ത് അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഫ്ലേവർ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് അതിനോടുള്ള അട്രാക്ഷൻ കൂടാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ചിലത് ഷെൽഫ് ലൈഫിന് വേണ്ടിയിട്ട്, ചിലത് എന്താണ് അതിന് പ്രിസർവേറ്റീവ് ആക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ എന്താണ് അപ്പിയറൻസ്, ഇപ്പൊ കളർ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലേവർ ആഡ് ചെയ്യുന്നത് എന്തിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ. Okay, so however, their usage must be strictly regulated to ensure consumer safety. So നമ്മൾക്ക് ഇത് എന്താ ഫുഡിന്റെ ടേസ്റ്റ് കൂട്ടാന് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് ആക്ഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നെങ്കിൽ പോലും അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ എന്താ ഇതും നമുക്കൊരു ഇത്ര എമൗണ്ടിൽ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ ചില ഫുഡ് പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞ് ഹീറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഫുഡിനകത്ത് എന്താ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാം. പക്ഷേ അത് കൂടുതലാകുമെന്നുണ്ടെങ്കിൽ എന്താ ആ ഫുഡിനെ അത് ഹാം ആയിട്ട് എഫക്ട് ചെയ്യും. ലൈക്ക് അതിന്റെ ചിലപ്പം എന്താ കുക്ക്ഡ് ഫ്ലേവർ ഒക്കെ അതിനകത്ത് വരും. അതിന് നെഗറ്റീവ് ഇമ്പാക്ട് അതിന് കൊടുക്കും. അതുപോലെ തന്നെ ഈ എന്താ നമ്മുടെ ഫുഡ് അഡിറ്റീവ്സ് എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഫുഡിനകത്ത് വേണ്ട സാധനമാണ്. പക്ഷെ അതും ഒരു ഇത്ര ലിമിറ്റിൽ കൂടുതലാകുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റെഗുലേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അത് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് പ്രൊവൈഡ് ചെയ്യും. In India, the Food Safety Standards Authority of India, that is FSSAI, established under the Food Safety and Standard Act 2006, governs the use of food additives through a comprehensive regulatory framework. So, നമ്മുടെ FSSAI എന്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു? ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് അണ്ടറിൽ എന്താണ് FSSAI വന്നു. അത് എന്നിട്ട് എന്താണ് നമ്മൾ ഈ ഫുഡിനകത്ത് ഫുഡ് അഡിറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് കൊടുത്തു. അതായത് എങ്ങനെയുള്ള ഫുഡ് അഡിറ്റീവ്സിനെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ, എന്തൊക്കെ പ്രോപ്പർട്ടീസ് അതിന് വേണം, എത്രമാത്രം യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, സോ FSSAI and its regulatory role. The FSSAI operates under the Ministry of Health and Family Welfare and is responsible for setting science-based standards for products like including food additives. സോ FSSAI എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഇതാണ് എന്ത് ഒരു ഓർഗനൈസേഷൻ ആണ്, എന്ത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് എന്തിന് റെസ്പോൺസിബിൾ ആണ്, നമ്മുടെ ഫുഡ് പ്രോഡക്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന അഡിറ്റീവ്സിന് സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് എന്ത് FSSAI എന്ന് പറയുന്നത്. It harmonizes food safety regulations in India with international standards such as those of the Codex Alimentarius Commission. അതായത് ഇന്റർനാഷണൽ ലെവലിൽ എന്ത് റെഗുലേഷൻസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ കോഡെക്സ് എലിമെന്റേറിയസ് കമ്മീഷന്റെ അസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ എന്താ റെഗുലേഷൻസ് ആണോ ചെയ്യുന്നത്, അതും നമ്മുടെ ഇന്ത്യയിലുള്ള റെഗുലേഷൻസ് ആയിട്ട് ഹാർമോണൈസ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. So FSSAI publishes the Food Safety and Standard Regulations, which outline the approved food additives, their functional classes, and maximum permissible levels. So അതുകൊണ്ട് തന്നെ നമ്മുടെ FSSAI എന്ത് പബ്ലിഷ് ചെയ്തു, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പബ്ലിഷ് ചെയ്തു. ഓക്കെ, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് റെഗുലേഷൻസ്. അതിനകത്ത് അവർ എന്താ പറയുന്നത്, ഏതൊക്കെ അഡിറ്റീവ്സിനെയാണ് നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുള്ളത്, അതിന്റെ ക്ലാസ്സസ് ഏതൊക്കെയാണ്, അതിന്റെ പെർമിസിബിൾ ലെവൽ ഏതൊക്കെയാണ്, അത് എത്രമാത്രം നമുക്ക് കൺസ്യൂം ചെയ്യാം. നമ്മൾ ഫുഡ് അഡിറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് ഓരോന്നിന്റെ പെർമിസിബിൾ ലെവലൊക്കെ നമ്മൾ ഏറെക്കുറെ പറഞ്ഞു. ഇത്ര മാത്രം എന്താ കൺസ്യൂം ചെയ്യാവൂ, നമുക്ക് ഇത്ര കിലോഗ്രാം ഇത്ര ഗ്രാം വെച്ച് കൺസ്യൂം ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അതെന്താണ്, അത് നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ ഹാം എഫക്ട്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ കാണിക്കുന്നതുണ്ട്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് അഡിറ്റീവ്സ്. ക്ലാസിഫിക്കേഷനും നമ്മുടെ അപ്രൂവൽ ഓഫ് അഡിറ്റീവ്സും. FSSAI classifies food additives based on their function. So FSSAI ഫുഡ് അഡിറ്റീവ്സിനെ എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്, അതിന്റെ ഫംഗ്ഷൻസിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്. സച്ചസ് പ്രിസർവേറ്റീവ്സ് ഉണ്ട്, കളറൻസ് ഉണ്ട്, സ്വീറ്റ്നേഴ്സ് ഉണ്ട്, ഇമൾസിഫയേഴ്സ് ഉണ്ട്, സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഫ്ലേവർ എൻഹാൻസേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയായിട്ടാണ് എന്ത് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫുഡ് അഡിറ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തത് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫങ്ഷൻസ്. ഓക്കെ, എന്താണ് പ്രിസർവേറ്റീവ്സ് ആയിട്ട്, കളറൻസ് ആയിട്ട്, സ്വീറ്റ്നേഴ്സ് ആയിട്ട്, ഇമൾസിഫയേഴ്സ് ആയിട്ട്, സ്റ്റെബിലൈസേഴ്സ് ആയിട്ട്, ആന്റി ഓക്സിഡൻസ് ആയിട്ട്, ഫ്ലേവർ എൻഹാൻസേഴ്സ് ആയിട്ട്. ഓക്കെ,
Each additive must be scientifically evaluated for safety and approved before use. സോ ഈ ഓരോ അഡിറ്റീവും, അതായത് ഈ പ്രിസർവേറ്റീവ് ആണെങ്കിലും കളറന്റ് ആണെങ്കിലും സ്വീറ്റ്നർ ആണെങ്കിലും എന്താണെങ്കിലും അതിനെ എന്താണ് സയന്റിഫിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. എന്ത് അത് സേഫ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമേ അതിന് അപ്രൂവൽ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. The approval process involves toxicological assessments and risk analysis. So അപ്രൂവൽ കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് ടോക്സിക്കോളജിക്കൽ അസസ്മെന്റ് ചെയ്യും. അതായത് അത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ടോക്സിക് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് വരുന്നുണ്ടോ, അതിനെക്കുറിച്ചും നമ്മൾ ചെക്ക് ചെയ്യും. Additives are listed under specific food categories with corresponding limits expressed in mg per kilogram or mg per liter. സോ ഈ അഡിറ്റീവ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ മില്ലിഗ്രാം പെർ ഇത്ര കിലോഗ്രാം അല്ലെങ്കിൽ മില്ലിഗ്രാം പെർ ഇത്ര ലിറ്റർ എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ലിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ്, synthetic food colors like tetrazine and sunset yellow are allowed within specific limits and only in designated food categories. സോ ഇപ്പൊ നമ്മൾ സിന്തറ്റിക് ഫുഡ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏതൊക്കെ? ടെട്രാസിനും സൺസെറ്റ് യെല്ലോയും. ഈ രണ്ടാൾക്കാരും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ലിമിറ്റ്സിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സിമിലർലി artificial sweeteners like aspartame, sucralose are permitted in dietetic foods under controlled levels. Okay. സോ ഇതുപോലെ തന്നെ അസ്പാർട്ടീമും സുക്രലോസും രണ്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആണ്. അവര് ഡയറ്ററ്റിക് ഫുഡ്സിൽ മാത്രമേ കൺട്രോൾഡ് ലെവൽസിൽ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഇനി പറയുന്നതാണ് പെർമിസിബിൾ ലിമിറ്റ്സ് ആൻഡ് ലേബലിംഗ് എന്ന് പറയുന്നത്. The FSSAI mandates strict adherence to maximum permissible levels of each additive. സോ നമ്മുടെ FSSAI ഓരോ അഡിറ്റീവിനും, അതായത് അതിന്റെ അണ്ടറിൽ ഏതൊക്കെ അഡിറ്റീവ്സ് പറയുന്നുണ്ടോ ഈ ഓരോ അഡിറ്റീവ്സിനും മാക്സിമം പെർമിസിബിൾ ലെവൽസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഫുഡിനകത്ത് ഇത് ഇത്ര മാത്രമേ വരാവൂ എന്നിപ്പോ നമ്മൾ വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ ഒക്കെ ഇത് പറയുമ്പോൾ പറയില്ലേ ഒരു ദിവസം ഇത്ര നമ്മൾ കൺസ്യൂം ചെയ്യാവൂ. അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഫുഡിനകത്ത് ഇത്ര മാത്രമേ വരാവൂ എന്ന രീതിയിലാണ് നമ്മൾ ഇതിന് പെർമിസിബിൾ ലിമിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. Misuse or excessive use can result in severe penalties, including product recall or license cancellations. സോ നമ്മൾ ഈ ഫുഡ് അഡിറ്റീവ്സിനെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുകയോ ചെയ്താൽ പെനാൾട്ടീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഫുഡിനെ റീകോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ലൈസൻസ് തന്നെ ക്യാൻസൽ ചെയ്യാനോ ഉള്ള ചാൻസസ് ഉണ്ട്. Food labels must transparently list all used additives, often by their INS codes, to help consumers make informed choices. സോ ഈ ഫുഡ് ലേബൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫുഡ് പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അതിന്റെ പുറകിലുള്ള ലേബലിൽ ഏതൊക്കെ അഡിറ്റീവ്സ് ആണ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ട്. ചിലതിന്റെ കേസിൽ അഡിറ്റീവ്സ് ആയിട്ട് ആസസ് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിന്റെ INS നമ്പർ ഓക്കെ അല്ലെങ്കിൽ നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ഈ നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റും. The regulation also prohibits certain additives altogether, especially those found to be carcinogenic or hazardous upon long-term exposure. അതുപോലെ തന്നെ ഇപ്പം രണ്ട് ഫുഡ് അഡിറ്റീവ്സ് ഒരു ഇത്ര എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാക്സിമം യൂസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹസാഡിയസ് ആയിരിക്കാം അല്ലെങ്കിൽ കാർസിനോജനിക് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പം നമ്മളിപ്പോ A, B എന്ന് പറയുന്ന രണ്ട് ഫുഡ് അഡിറ്റീവ്സും ഒരേപോലെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് കുറച്ച് ഹയർ ഡോസ് ആകും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് അഡിറ്റീവ്സിനെ ഒരുമിച്ച്, അതായത് ഇപ്പൊ കാർസിനോജനിക്കും ഹസാഡിയസുമായിട്ടുള്ള രണ്ട് അഡിറ്റീവ്സിനെ ഒരുമിച്ച് നമ്മൾ വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഒരു ഫുഡ് പ്രൊഡക്റ്റിനകത്ത് തന്നെ ഈ രണ്ട് കാർസിനോജനിക് ആയിട്ടുള്ളത് ഹസാഡിയസ് ആയിട്ടുള്ള രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, then enforcement and compliance. So FSSAI ensures compliance through routine inspections, laboratory testing and surveillance programs. So FSSAI ഈ സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ റെഗുലേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് എന്തിനാണ്? ഇൻസ്പെക്ഷൻ, റുട്ടീൻ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് വഴി, ലാബോറട്ടറി ടെസ്റ്റിംഗ് വഴി അല്ലെങ്കിൽ സർവൈലൻസ് പ്രോഗ്രാംസ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. Food business operators, that is FBOs, must comply with all relevant standards and maintain proper documentation. Okay, അതായത് എന്താണ്? Okay,
സോ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ദാറ്റ് ഈസ് FBOs എന്താണ് ഇതിനെ കുറിച്ച് റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സും ഇതിന്റെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻസും ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. നോൺ കംപ്ലൈൻസ് ക്യാൻ ലീഡ് ടു പീനൽ ആക്ഷൻസ് അണ്ടർ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ആൻഡ് FSSAI ഓൾസോ കണ്ടക്ട്സ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് ടു എഡ്യൂക്കേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അബൌട്ട് സേഫ് അഡിറ്റീവ് യൂസ് ആൻഡ് എമർജിംഗ് റിസ്ക്. സോ എൻഫോഴ്സ്മെന്റ് ആൻഡ് കംപ്ലൈൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് പ്രോപ്പർ ആയിട്ട് എന്താണ് ഇപ്പം എവിടെയെങ്കിലും വയലേറ്റ് ചെയ്യുക എടുക്കുകയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും എന്താണ് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പം അവർക്ക് എന്താണ് അവർക്ക് വേണ്ടിയുള്ള അവയർനെസ് പ്രോഗ്രാംസ്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ എന്താണ് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. Then food additive regulation CU on food additives. So the European Union എന്താണ് food additives provide ചെയ്തിട്ടുള്ള regulations. The relevant directive states that food additives are allowed only if. So നമ്മുടെ ഫുഡ് ആക്റ്റീവ്സ് നമ്മുടെ ഫുഡിനകത്തേക്ക് അലോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ നമ്മൾ പെർമിഷൻ കൊടുത്താൽ എങ്ങനെയുള്ള ഫുഡ് ആക്റ്റീവ്സിന് they present no hazards to health at all the levels proposed. സോ എന്താണ് നമ്മുടെ ഹെൽത്തിന് ഒരു രീതിയിലും എന്ത് ഹസാർഡിയസ് ആവാത്തതിനെയാണ് എന്ത് നമ്മളൊരു ഫുഡ് ആക്റ്റീവ് എന്ന് പറയുന്നത്. ദേ ഡു നോട്ട് മിസ്ലീഡ് കൺസ്യൂമേഴ്സിനെ അതൊരിക്കലും മിസ്ലീഡ് ചെയ്യില്ല. They must be re-evaluated whenever necessary in the light of changing conditions of use and new scientific observations. എന്താ ഫുഡ് ആക്റ്റീവിനെ എന്താണ് നമുക്ക് റീ ഇവാലുവേറ്റ് ചെയ്യാം. അതായത് ഏത് കണ്ടീഷനിലാണ് നമുക്ക് വേണ്ടത് ആ കണ്ടീഷനിൽ എന്താണ് നമുക്ക് അതിനെ റീ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. A total of 297 additives are now approved for use food across union. സോ മൊത്തത്തിൽ എത്രയാണ് 297 അഡിറ്റീവ്സിന് എന്താണ് അപ്രൂവൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ. സോ 43 കളേഴ്സ് ഉണ്ട്, 12 സ്വീറ്റ്നേഴ്സ് ഉണ്ട്, 242 മിസ്ലേനിയസ് ആക്റ്റീവ്സ് ഉണ്ട്. മിസ്ലേനിയസ് ആക്റ്റീവ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ എന്താ പ്രിസർവേറ്റീവ്സ്, സ്റ്റെബിലൈസേഴ്സ്, ഇമൾസിഫയേഴ്സ്, ഫ്ലേവർ എൻഹാൻസേഴ്സ്, എന്താ കിലേറ്റിംഗ് ഏജൻസി, ഇതൊക്കെയാണ് എന്താ മിസ്ലേനിയസ് ആക്റ്റീവ്സ് എന്ന് പറയുന്നത്. Synthetic colors are allowed at typical concentration of 0.01 gram to kilogram to 0.02 gram per kilogram. സിന്തറ്റിക് കളേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കോൺസെൻട്രേഷൻ എത്രയാണ്? 0.01 gram per kilogram അല്ലെങ്കിൽ 0.02 gram per kilogram. ഓക്കെ. Levels of natural identical colors are from 0.05 to 10 gram per kilogram. ഇനി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ എത്രയാണ്? 0.05 തൊട്ട് 10 gram per kilogram വരെ. Important principle established in food additive regulation is that food additives should be kept under continuous observation and must be reevaluated. So നമ്മൾ ഒരു ഫുഡിനകത്ത് ഒരു ഫുഡ് ആക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്യണം, അതിനെ ഒബ്സർവ് ചെയ്യണം, അതിനെ റീ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ. ഒരു ഫുഡിനകത്ത് നമ്മൾ ഫുഡ് ആക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം, റീ ഇവാലുവേറ്റ് ചെയ്യണം. All food additives are given labeling codes called E-numbers. എല്ലാ ഫുഡ് അഡിറ്റീവ്സിനും നമ്മൾ എന്താണ് ഒരു ലേബലിംഗ് കോഡ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ചില ഇപ്പൊ നമ്മളൊരു ലേബൽ എടുക്കുകയാണെങ്കിലും ഇപ്പൊ ഒരു ഫുഡിന്റെ പുറകില് അതായത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസിനെയും അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ കളേഴ്സും എല്ലാ പ്രിസർവേറ്റീവ്സിനും നമ്മൾ ഇങ്ങനെ പേരെടുത്ത് എഴുതില്ല. നമ്മൾ എന്താണ് ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് എന്താ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. The regulatory agency has developed several lists of additives, the E-number system by the European Community. ഓക്കെ. അതായത് ഈ റെഗുലേറ്ററി ഏജൻസി എന്താണ്? റെഗുലേറ്ററി ഏജൻസി ഒരുപാട് ലിസ്റ്റ് ഓഫ് അഡിറ്റീവ്സിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എല്ലാവർക്കും എന്താണ് ഒരു ഇ നമ്പറിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് യൂസ്ഡ് ഇൻ യൂറോപ്പ് ഫോർ ഓൾ അപ്രൂവ്ഡ് അഡിറ്റീവ്സ്. ഓക്കെ. എല്ലാ അപ്രൂവ്ഡ് അഡിറ്റീവ്സിനും വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഇതിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Okay, so the regulatory agency has developed several lists of additives. The E-NUM system developed by the European Community. So European Community and in the EE system developed ചെയ്തത്, which is used in Europe for all approved additives. So എല്ലാ approved additives-ലും എന്താ നമ്മൾ യൂറോപ്പിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. E-numbers are all prefixed by E, but countries outside Europe use only the number where the additive is approved in Europe or not. സോ എന്താണ് നമ്മൾ ഈ പ്രിഫിക്സ് ഇ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യും. അത് നമ്മൾ എന്താ യൂറോപ്പില് എന്താ അപ്രൂവ് ചെയ്താണേലും അല്ലെങ്കിലും എന്താ ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ ഈ നമ്പേഴ്സ് ആണ് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ. So EFSA regulation food additives.
സോ ഫോളോയിങ് ആർ നോട്ട് കൺസിഡർ ടു ബി ഫുഡ്. നമ്മൾ ഈ പറയുന്ന സർട്ടൻ ആൾക്കാരെ എന്താണ് ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഏതൊക്കെയാണ് മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ്, ഒളിഗോസാക്രൈഡ്സ്, ഇവരെ എന്താണ് നമ്മൾ ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഇൻ കവറിംഗ് ഓർ കോട്ടിംഗ് മെറ്റീരിയൽസ് which do not form a part of food and are not intended to be consumed together with those foods. പിന്നെ എന്താ, ഫുഡിന് കവറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഇല്ലേ, അതൊക്കെ എന്താണ് നമ്മുടെ ഈ ഫുഡ് അഡിറ്റീവ്സിന്റെ അണ്ടറിൽ വരുന്നതല്ല. കവറിങ്ങിന് വേണ്ടിയിട്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അത് എന്താ ഫുഡിന്റെ ഒരു പാർട്ടായിട്ടും അല്ല നമ്മൾ അതിന് കൺസ്യൂം ചെയ്യണം, അത് അങ്ങനെയല്ല. ലൈക്ക് പക്ഷെ എന്താണ് നമ്മൾ ഫുഡിന്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് അഡിറ്റീവ് അല്ല. ഓക്കെ, then chewing gum bases, അമോണിയം ക്ലോറൈഡ്, ബ്ലഡ് പ്ലാസ്മ, എഡിബിൾ ജെലാറ്റിൻ, മിൽക്ക് പ്രോട്ടീൻ, ഇവരൊക്കെ എന്താണ് നമ്മുടെ എന്തിനകത്ത് ഫുഡ് അഡിറ്റീവ്സിന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരില്ല. ഇനി ഓരോ ആൾക്കാരുടെ കേസ് പറയുന്നത്, ദാറ്റ് ഈസ് സ്പെസിഫിക് കണ്ടീഷൻസ് ഫോർ സ്വീറ്റ്നസ്. സ്വീറ്റ്നസിന്റെ കേസിൽ നമ്മൾ പറയുന്ന ഒരു കണ്ടീഷനിൽ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം, റീപ്ലേസിംഗ് ഷുഗേഴ്സ് for the production of energy, reduced food, non-carcinogenic food or food with no added sugars. So എന്താണ് നമ്മൾ സ്വീറ്റ്നസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് പറയുന്നത്, റീപ്ലേസിംഗ് ഷുഗേഴ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി റെഡ്യൂസ്ഡ് ഫുഡ്. എനർജി റെഡ്യൂസ്ഡ് ഫുഡിന് വേണ്ടിയിട്ട് ഷുഗറിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു നോൺ കാർസിനോജനിക് ആയ സബ്സ്റ്റൻസിന് എന്താണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. Replacing sugars where this permits an increase in the shelf life of the food. So ഷുഗറിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇവരെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അതുവഴി ഫുഡിന്റെ എന്താണ് ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. Then specific conditions for colors. Restoring the original appearance of food of which the color has been affected by processing, storage, packaging and distribution. So എന്തിനാണ് നമ്മൾ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഒരു ഫുഡ് പ്രോഡക്റ്റിനെ പ്രോസസ് ചെയ്യുമ്പോഴോ അതിനെ സ്റ്റോർ ചെയ്യുമ്പോഴോ അതിനെ പാക്ക് ചെയ്യുമ്പോഴോ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴോ അതിന്റെ കളർ എന്താണ് ലോസ് ആയി പോകുന്നതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. The United States Food and Drug Administration lists these items as generally recognized as safe അല്ലെങ്കിൽ എന്താണ് ഗ്രാസ്. നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് FDA എന്തിനെയാണ് നമ്മൾ ഈ ചില ഫുഡ് അഡിറ്റീവ്സിന് എന്താണ് ഗ്രാസ് അല്ലെങ്കിൽ ഫുഡ് അഡിറ്റീവ്സിനെ എന്തിന്റെ അണ്ടറിലാണ് കൺസിഡർ ചെയ്യുന്നത്, ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് അല്ലെങ്കിൽ ഗ്രാസ് എന്നതിന്റെ അണ്ടറിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, United States regulation on food additives, that is United States definition on food additives specifically includes so-called indirect additives and excluded so-called color additives. സോ എന്താണ് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, എന്താണ് ഇൻഡയറക്റ്റ് അഡിറ്റീവ്സും ഉണ്ട് അതുപോലെ തന്നെ കളർ അഡിറ്റീവ്സും ഉണ്ട്. ഓക്കെ, സോ ദ യുണീക് ഓഫ് US regulatory framework for food additives is the existence of the GRAS for food additives. So per pre-market approval requirement for use of food ingredients is not needed. സോ എന്താണ് നമ്മളിപ്പോ ഒരു ജനറലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ പ്രത്യേകിച്ച് ലേബലിംഗ് കാര്യങ്ങളൊന്നും റിക്വയർഡ് അല്ല. So Food and Drug Administration has promulgated regulations describing the requirements for determination of GRAS status. സോ നമ്മുടെ FDA എന്താണ് ഒരു ഫുഡ് അഡിറ്റീവിന് ഗ്രാസ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ജനറൽ റെക്കഗ്നൈസ്ഡ് സേഫ് സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് റെഗുലേഷൻസ് പറയുന്നുണ്ട്. This regulation establishes that GRAS status must be based on the same quality and quantity of information as needed to establish the safety of a food additive. സോ ആ ഫുഡ് അഡിറ്റീവ് എത്രമാത്രം സേഫ് ആണ് എന്നതിന്റെ ക്വാളിറ്റി പരമായിട്ടും ക്വാണ്ടിറ്റി പരമായിട്ടും നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഈ ഗ്രാസ് ഇത് കൊടുക്കത്തുള്ളൂ. ഓക്കെ, the law and regulations of FDA and FAO of food additive prohibits the use of any additive that has been found to cause health problems. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സാധനത്തിനും എന്താണ് നമ്മൾ ഫുഡ് അഡിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സച്ച് ആസ് ക്യാൻസർ ഇൻ ഹ്യൂമൻ ഓർ ആനിമൽസ്, അതായത് ഹ്യൂമനിലോ അല്ലെങ്കിൽ ആനിമൽസിലോ ക്യാൻസർ കോസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒന്നിനും എന്താണ് നമ്മൾ ഫുഡ് അഡിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. To market any food additive, a manufacturer must first petition the FAO for its approval. So ഒരു ഫുഡ് അഡിറ്റീവിന് ആരാണ് ആദ്യം അപ്രൂവൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്? FAO ആണ് ആദ്യം അപ്രൂവൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. The safety evaluation, short and long-term effects are the main criteria for approval of food additive. ഒരു ഫുഡ് അഡിറ്റീവിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സേഫ്റ്റി ഇവാലുവേഷൻ, അതായത് അതിന്റെ ഷോർട്ട് ടേം യൂസിലോ ലോങ് ടേം യൂസിലോ എന്താണ് അതിന്റെ സേഫ്റ്റി ഇവാലുവേഷൻ ആണ് ഒരു ഫുഡ് അഡിറ്റീവിനെ അപ്രൂവ് ചെയ്യാനുള്ള മെയിൻ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ പറയുന്നത്. Some food additives like boric acid,
citric acid, sodium metabisulfate has potential risks for human health. അതായത് ചില ഫുഡ് അഡിറ്റീവ്സ് ലൈക്ക് ബോറിക് ആസിഡ്, സിട്രിക് ആസിഡ്, സോഡിയം മെറ്റാബൈസൾഫേറ്റ് പോലുള്ള ഫുഡ് അഡിറ്റീവ്സിന് എന്താണ് ഹ്യൂമൻസിൽ ഡിസീസ് കോസ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, boric acid was widely used as a food preservative from 1870 to 1920s but was banned after World War II due to its toxicity. So boric acid നെ എന്താണ് നമ്മൾ ഒരു ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് 1970s-ലും 1920s-ലും. പക്ഷെ ഇത് എന്താ വേൾഡ് വാറിന്റെ സമയത്ത് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് എന്താണ് ഇതിന്റെ ടോക്സിറ്റിയെ കുറിച്ചുള്ള സ്റ്റഡീസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് നമ്മൾ അതിനെ ബാൻ ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അതുപോലെ തന്നെ ഫെഡറൽ ഫുഡ് ഡ്രഗ് കോസ്മെറ്റിക്സ് ആക്ട് ഓഫ് 1938 സ്റ്റേറ്റിംഗ് ദാറ്റ് നോ കാർസിനോജനിക് സബ്സ്റ്റൻസസ് മേ ബി യൂസ്ഡ് ആസ് ഫുഡ് ആക്റ്റീവ്. നമ്മുടെ ഫെഡറൽ ഫുഡ് ഡ്രഗ് കോസ്മെറ്റിക് ആക്ട് ഓഫ് 1938 എന്താണ് പറയുന്നത്? ഒരു തരത്തിലും കാർസിനോജനിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ എന്താണ് നമുക്ക് ഫുഡ് അഡിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ആ ആക്ട് പറയുന്നത്. ഫെഡറൽ ഫുഡ് ഡ്രഗ് കോസ്മെറ്റിക് ആക്ട് 1938 പറയുന്നത്. After banning cyclamates in US and Britain, 1969 saccharin, the only remaining legal artificial sweetener, but found it is cancer causing in rats, leads to its retention also. So cyclamates, US-ൽ cyclamates ഒക്കെ ബാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റനർ ഏതായിരുന്നു? സക്കാരിൻ ആയിരുന്നു. പക്ഷേ എന്താണ് അതും ക്യാൻസർ കോസിങ് ആണെന്ന് പറഞ്ഞപ്പോൾ, അതായത് റാറ്റ്സിലൊക്കെ എന്താണ് അത് ക്യാൻസർ കോസിങ് ആണെന്നുള്ള സ്റ്റഡീസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പതിയെ അതിന്റെ യൂസേജും എന്ത് ചെയ്തു? കുറച്ചു. Then positive and negative list of food additives. Food additives in the positive and negative list, which is categorized into two systems according to the regulation, positive list system and negative list system. So ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ്? അതിന്റെ റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് ആഡിറ്റീവ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ലിസ്റ്റ് സിസ്റ്റവും ഉണ്ട്, നെഗറ്റീവ് ലിസ്റ്റ് സിസ്റ്റവും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് ലിസ്റ്റ് എന്താന്ന് വെച്ചാൽ ടോക്സിക്കോളജി ക്ലിയർഡ് ആയിട്ടുള്ള, അതായത് ഒരു തരത്തിലുള്ള ഹാം എഫക്റ്റും ഇല്ലാത്തതാണ് നമ്മുടെ പോസിറ്റീവ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ലിസ്റ്റ് എന്താന്ന് വെച്ചാൽ പ്രൊഹിബിറ്റഡ് ടു യൂസ് എയ്തർ അബ്സല്യൂട്ട്ലി മാക്സിമം കണ്ടന്റ് ഓർ വിത്ത് സർട്ടൻ കണ്ടീഷൻസ് അക്കോർഡിംഗ് ടു ദെയർ എഫക്ട്സ് ടു ദ പീപ്പിൾ. നെഗറ്റീവ് ലിസ്റ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരുന്നതിന് പ്രൊഹിബിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ നെഗറ്റീവ് ലിസ്റ്റിനകത്ത് പറയുന്നത്. അതാണ് പോസിറ്റീവ് ലിസ്റ്റും നെഗറ്റീവ് ലിസ്റ്റും. ഓക്കെ, additives which do not have any diverse effect after consumption are being listed under the positive list. So നമ്മൾ കൺസ്യൂം ചെയ്തിട്ടും നമുക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും വരാത്തതിനെയാണ് എന്തിനകത്ത് വരുന്നത്? പോസിറ്റീവ് ലിസ്റ്റിനകത്ത് വരുന്നത്. ആൻഡ് ഫുഡ് additives which does adverse health effects for human consumption are listed under the negative list and should not be marketed. So നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നെഗറ്റീവ് ആയിട്ട് ഹെൽത്ത് എഫക്ട് ഉണ്ടാവുന്നതിനെയാണ് നെഗറ്റീവ് ലിസ്റ്റിനകത്ത് നമ്മൾ പറയുന്നത്. അതിനെ എന്താണ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്രൂവൽ ആൻഡ് ടോളറൻസ് ലെവൽ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺ പ്രോഡക്റ്റ് ബേസ്. സോ ഓരോന്നിന്റെയും അപ്രൂവൽ, അതായത് ഓരോ ഫുഡ് ആഡിറ്റീവിന്റെ അപ്രൂവലും അതിന്റെ ടോളറൻസും ഏത് ഫുഡ് പ്രോഡക്റ്റിനകത്താണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സോ ഇത്രയുമാണ് നമ്മുടെ FSS റെഗുലേഷൻ ഓൺ ഫുഡ് ആഡിറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.